പിള്ളേരെ, ഞാൻ ഇറങ്ങുവാണേ. അയ്യോ അച്ഛോ, പോവാ ഇറങ്ങിയോ? കഴിച്ചിട്ട് പോവാച്ചാ. വേണ്ട മക്കൾ, എനിക്കിപ്പം വിശപ്പില്ല. അച്ഛൻ ഇറങ്ങിയോ? നീ ഒരു കാര്യം ചെയ്യ്, ആ കപ്പയും മീൻകറി എടുത്ത് പൊതിഞ്ഞു കൊടുത്തു വിടും. പിന്നെ പൊതിഞ്ഞോട്ട് വിടുന്നു, എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ല. ആ മാഷോ, മോന്റെ വീട്ടിൽ പോയിട്ട് വരുമായിരിക്കും. ആന്നടോ, പിള്ളേരെ സന്തോഷത്തിന് മുമ്പിൽ നമ്മൾ ഒന്നുമില്ലടോ. മരുമോളോ മോക്കു തുല്യം, ഒരു അച്ഛനെ പോലെ കാണുന്ന ഒരു മോൾ. എല്ലാം മാഷിന്റെ ഒരു ഭാഗ്യം. ശരി, കൊട എടുക്കാൻ മറന്നുപോയില്ലേ? രാവിലെ കയറി വരും, ചായ ഇട്ട് കൊടുക്കണം, പിന്നെ പൊതിഞ്ഞെട്ടി കൊടുക്കണം. എനിക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലേ? അങ്ങനെ അടുത്ത് ഇവിടെ കിടക്കാൻ പറഞ്ഞാൽ അത് കേൾക്കത്തുമില്ല. അത് ഞാനിപ്പോ എന്തോ ചെയ്യാനാ? അച്ഛനത് എത്രയാണോ പറയണേ, ഇവിടെ നിൽക്കുന്നു കേൾക്കത്തില്ല. അവിടെ കിടക്കത്തോളൂ. ആ, ഇവിടെ കിടന്നെങ്കിൽ ആ ഗവൺമെന്റ് പെൻഷൻ കൂടി നമുക്കെങ്ങ് വാങ്ങിച്ചെടുക്കായിരുന്നു. അതെ, നമ്മളുടെ ആ ടൗണിലെ ഫ്ലാറ്റ് വാങ്ങുന്ന പ്ലാനുകളിൽ നടന്നു പോയാന്. ആ പെൻഷൻ ക്യാഷ് വെച്ചിട്ട് നമുക്ക് EMI എങ്കിലും അടയ്ക്കായിരുന്നു. അതെങ്ങനാ? അങ്ങർക്ക് സ്വന്തം വീട്ടിൽ കിടന്നാലല്ലേ ഉറക്കം വരൂ. ഇതിപ്പം ചാവിയില്ല, കട്ടിലൊഴിയില്ലെന്ന് പറഞ്ഞാണ് കൈ പോയി. നാളെ ആവട്ടെ, നാളെ നൈസായിട്ട് ഒന്നുകൂടെ സംസാരിച്ചു നോക്കാം ഇവിടെ താമസിക്കുന്നതിനെ പറ്റി. എങ്ങനെ ആ ഫ്ലാറ്റ് വാങ്ങിച്ചെടുക്കണം? എന്താ മാഷേ, കുട എടുത്തില്ലേ? ഇരുട്ട് വീണ് കഴിഞ്ഞാൽ നിഴലും കൂടെ കാണില്ലടോ. മഴ പെയ്ത് തോർന്നാൽ ഇവിടെ ഒരു ബാധ്യതയാടോ എല്ലാവർക്കും.